വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു കത്തിയായിട്ടൊക്കെ എങ്ങോട്ട് പോവാൻ നിങ്ങൾ വിചാരിക്കും അല്ലേ? ഒരു കാര്യമുണ്ട്. ഒരു ചക്ക അവിടെ നിലത്ത് വീണ് ചാടിയ ഒച്ച കേട്ടു. അന്നേരം പിന്നെ ഞാൻ ആ ചക്ക മുറിക്കാനായിട്ട് പോകുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ കൂടെ കുറേ വിശേഷങ്ങൾ ഞാൻ പറയാം. ബാ എൻ്റെ കൂടെ. ഇന്ന് ഞാൻ കുറേ മരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ വീടുകളിൽ വെക്കാൻ പാടില്ലാത്ത കുറേ മരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം, കേട്ടോളൂ. അതേതാണെന്ന് നോക്കിയാലോ? അഗ്നി സാന്നിധ്യവും കയ്പുള്ള മരങ്ങളുമാണ് നമ്മുടെ വീടുകളിൻ്റെ പരിസരത്ത് വെക്കാൻ പാടില്ലാത്ത മരങ്ങൾ. ഏതൊക്കെയാണ്? ആല്, കാഞ്ഞിരം, പാല, തീപ്പെട്ടി ഉണ്ടാക്കുന്ന മരങ്ങൾ. തീപ്പെട്ടി ഉണ്ടാക്കുന്ന കനമില്ലാത്ത കുറേ മരങ്ങളുണ്ട്. ആ മരങ്ങൾ പച്ചത്തടിയാണെങ്കിലും വേഗം തീ പിടിക്കുന്ന മരങ്ങൾ. ഇതൊന്നും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് വെക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? ഏതൊക്കെ മരങ്ങളാണ്? ആല്, കാഞ്ഞിരം, പാല, തീപ്പെട്ടി ഉണ്ടാക്കുന്ന മരങ്ങളൊന്നും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചെറിയ ഇലകളുള്ള മരങ്ങൾ വെക്കാൻ പാടില്ല. അതേതൊക്കെയാണ്? നെല്ലി, പുളി, ഇതൊന്നും നമ്മുടെ മുറ്റത്ത് തന്നെയോ നമ്മുടെ 7 മീറ്റർ അകലെ വെക്കാൻ 7 മീറ്റർ അടുത്ത് അകലെയാണ് വിഷയമില്ല, വീടിൻ്റെ അടുത്ത് തന്നെ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായത്. അതുപോലെ പ്ലാവ്, മാവ്, അതൊന്നും വിഷയമല്ല. പക്ഷേ ഇതുപോലത്തുള്ള ചെറിയ ഇലകളുള്ള വൃക്ഷങ്ങൾ നമ്മുടെ മുറ്റത്തോ ഇവിടെയൊന്നും വെക്കാൻ പാടില്ല. അത് നമുക്ക് പൈശാചികമായ മരങ്ങൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ മുറ്റത്ത് വെക്കാൻ പാടില്ല. ആല്, കാഞ്ഞിരം, പാല, തീപ്പെട്ടി ഉണ്ടാക്കുന്ന മരങ്ങൾ എന്നിവയൊക്കെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഈ കാഞ്ഞിരം, പാല എന്നിവയൊക്കെ പൈശാചിക മരങ്ങളാണ്. അതുപോലെ തന്നെ പുളിയില, ഈ ചെറിയ ഇലയില്ലേ, അതുപോലത്തതും നമുക്ക് പൈശാചിക ഇലയാണ്. നമ്മുടെ വീടുകളിൽ ഒരിക്കലും വെക്കാൻ പാടില്ല. ഇതുകൊണ്ട് നമുക്ക് ദോഷം ഉണ്ടാകുമെന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ അടിക്കടി മരണം ഉണ്ടാവുക, പെട്ടെന്നുള്ള മരണം സംഭവിക്കുക, അതുപോലെ തന്നെ രോഗങ്ങൾ വർദ്ധിക്കുക, ചെറിയ നിസാര രോഗങ്ങൾ വലിയ രോഗങ്ങളിലേക്ക് കൊണ്ടുപോയി ചേരുക, അതുപോലെ തന്നെ കടം കയറി നമുക്ക് ഒന്നുമല്ലാത്ത അവസ്ഥയിലാക്കുക. അങ്ങനെയുള്ള ഇതെല്ലാം വരുന്നത് എന്തുകൊണ്ടാണ്? 7 മീറ്റർ അകലെ വെച്ചാൽ വിഷയമില്ല. പക്ഷേ 7 മീറ്ററിനുള്ളിൽ തന്നെ നമ്മൾ ഈ മരങ്ങളെല്ലാം വെച്ചാൽ നമുക്ക് അത് ദോഷമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പുതിയതായിട്ട് സ്ഥലം മേടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട് വെക്കുന്ന അതിർത്തി എല്ലാം നോക്കി വേണം നമ്മൾ വീട് വെക്കാൻ. അല്ലെങ്കിൽ വീട് വെച്ചതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഈ മരങ്ങളുണ്ടെങ്കിൽ അത് മുറിച്ച് മാറ്റുകയാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ചെറിയ ഇലയുള്ളതൊന്നും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ നിസ്സാരമായി എന്ന് കരുതുന്ന മുരിങ്ങിക്ക ഉണ്ടാകുന്ന മുരിങ്ങയിലയില്ലേ, അത് ഒരിക്കലും നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് വെക്കാൻ പാടില്ല. അതൊരു ദോഷമാണ്. അതുകൊണ്ട് മുരിങ്ങയില പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ഇലകൾ, അത് മുരിങ്ങയില ചെറിയ ഇലയാണ്, അത് ഒരിക്കലും വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് കിട്ടുന്ന ചെടികൾ, അത് ചെറിയ ഇലയുള്ള ചെടികളുണ്ട്, അതൊരിക്കലും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വെക്കാൻ പാടില്ല. ഇതുപോലെ തന്നെ നമ്മുടെ പരിസരം എന്നും വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. കാരണം രോഗം വന്നിട്ട് നമ്മൾ അതിന് മരുന്ന് മേടിച്ച് അതിൻ്റെ പുറകെ പോകുന്നതിന് മുമ്പ് രോഗം വരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക. നമ്മുടെ വീടിൻ്റെ 4 മൂലയും വൃത്തിയുള്ളതായിരിക്കണം. ചവറുകൾ കൂട്ടിയിടുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീടിൻ്റെ പരിസരം നല്ല പൂവുള്ള ചെടികളൊക്കെ നട്ട്, നല്ല ഇലച്ചെടികളൊക്കെ നട്ട് വൃത്തിയായിട്ട് വെക്കുക. 4 സൈഡും നല്ല വൃത്തിയായിട്ട് വെക്കുക. മൂലയിൽ ചവറുകൾ കൂട്ടിയിടാതിരിക്കുക. അത് പ്രത്യേകം സൂക്ഷിക്കുക. നമ്മുടെ വീടിൻ്റെ രോഗങ്ങൾ വരാനും നമ്മുടെ കടങ്ങൾ പെരുകാനൊക്കെ ഇത് കാരണമാകും. ദാരിദ്ര്യം നമുക്ക് പെട്ടെന്നുണ്ടാകും. അതുകൊണ്ട് ചുക്കിലി, മാറാല ഇവ പോലുള്ളവ നമ്മുടെ വീടിൻ്റെ പരിസരം നമ്മൾ നല്ല വൃത്തിയാക്കി, നമ്മൾ കുഞ്ഞു വീടാണ്, വലിയ കൊട്ടാരം പോലുള്ള വീട് വേണമെന്നൊന്നുമില്ല. പക്ഷേ കുഞ്ഞു വീടാണെങ്കിലും അത് വൃത്തിയായി നല്ല സൂക്ഷ്മയോടെ നമുക്ക് സൂക്ഷിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യം വന്നു ചേരുകയും ദാരിദ്ര്യം, രോഗം ഇവയൊക്കെ മാറി നിൽക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ?
അതുപോലെ തന്നെ മുഷിഞ്ഞ തുണികൾ നമ്മുടെ അയകളിൽ ഇങ്ങനെ തൂക്കിയിടുകയോ കൂട്ടിയിടുകയോ ഒന്നും ചെയ്യരുത്. നമുക്കത് ദാരിദ്ര്യത്തിനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പരിസരവും നമ്മുടെ മുറ്റവും എല്ലാം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുറേ ചെടികൾ ഇങ്ങനെ നട്ടിട്ട് അത് ശ്രദ്ധിക്കാതെ അത് കാടായിട്ട് വളരാനൊന്നും പാടില്ല. അതിനെ നമ്മൾ പ്രത്യേകം പരിപാലനം നടക്കുക. അല്ലെങ്കിൽ കുറേ ചെടികൾ വെച്ചിട്ടിട്ട് അത് കിളുത്തോളും. അത് അങ്ങനെയല്ല. നമ്മൾ അതിനെ പ്രത്യേകം കെയർ ചെയ്ത് നല്ല വൃത്തിയായിട്ടും നീറ്റായിട്ടും നമ്മുടെ പരിസരം ഇടുക. അപ്പോൾ മാത്രമേ നമുക്ക് ദാരിദ്ര്യം ഇതെല്ലാം ഒരിക്കലും നമ്മളെ അതൊന്നും വന്ന് വരാതിരിക്കും. അതുപോലെ കടം കയറുക, ഇതെല്ലാം നമ്മൾ ബുദ്ധിമുട്ടുന്നതല്ല. ഇത് വൃത്തിയായി നമ്മുടെ പരിസരവും വീടും വൃത്തിയാക്കിയാൽ തന്നെ പാതി നമ്മുടെ അസുഖങ്ങളും എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് നടന്നു പോകുന്നതായിരിക്കും.